ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒരു വ്ലോഗ് എടുക്കാമെന്ന്. അപ്പം ഇന്ന് ഫ്രൈഡേ ആണ്, ഹസ്ബൻഡിന് ലീവുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല വെള്ളപ്പവും ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഹസ്ബൻഡ് രാവിലെ തന്നെ ഇവിടെ മാർക്കറ്റിൽ പോയിട്ട് ഫിഷ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് എപ്പോഴെങ്കിലുമൊക്കെ മാർക്കറ്റിൽ പോകാറുള്ളൂ. പിന്നെ നമ്മുടെ ഫ്രഷ് മീൻ കിട്ടാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ തന്നെ പോകണം. അപ്പം പോകുന്ന സമയത്ത് കുറച്ചധികം മീൻ വാങ്ങും. അല്ലാതെ നമ്മളിപ്പോൾ ലുലുവിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അധികം ഫ്രഷ് അല്ലാത്ത മീനൊക്കെ ആട്ടോ കിട്ടൽ. അപ്പോൾ ഇത് അയക്കൂറയും പിന്നെ സാൽമണും കൂന്തളും, ഈ ഒരു 3 ഐറ്റംസ് ആട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ചൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിഷൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഫിഷൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് മസാലയൊക്കെ പുരട്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മസാല പുരട്ടുന്നല്ലേ, എനിക്കൊരു ഫിഷ് ഫ്രൈ ചെയ്ത് തന്നേക്കുന്നത് ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ ഒരു ഫിഷ് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഉച്ചക്ക് നമ്മൾ ബിരിയാണി ആക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ മട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മട്ടൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മട്ടനൊക്കെ കുക്കറിൽ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമുക്ക് മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ദം ഇടണം. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്കൊന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ബീച്ചിൽ പോകാൻ കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അത് ഞാൻ വേറൊരു വ്ളോഗാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഉച്ചവരെയുള്ളൊരു വ്ളോഗ് ഞാനിവിടെ വൈൻഡ്
വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ.